ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പോരാട്ടം നടന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് കോട്ടയമാണ്. മറ്റെല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും എതിർകക്ഷിയിലുള്ള പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ കോട്ടയത്ത് നടന്നത് ഒരു കാലത്ത് ഒരുമിച്ച് നിന്ന ശക്തരായ കേരള കോൺഗ്രസ്സുകാർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഒരു ഭാഗത്ത് UDF-നോടൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, മറ്റൊരു ഭാഗത്ത് LDF-നോടൊപ്പം കേരള കോൺഗ്രസ് മാണി വിഭാഗം, BJP-യുടെ തുഷാർ വെള്ളാപ്പള്ളിയോടൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ടുപോയ സജി മഞ്ഞക്കടമ്പിലെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പുതിയൊരു വിഭാഗം. അങ്ങനെ കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ ത്രികോണത്തിൽ മത്സരിച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. ഒടുവിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പോരാട്ടത്തിൻ്റെ ഒടുവിൽ UDF സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ്, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ കരുത്തനായ നേതാവ് തോമസ് ചാഴിക്കാടിനെ പരാജയപ്പെടുത്തി. ആ പരാജയം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്, പ്രത്യേകിച്ച് ജോസ് കെ മാണിക്കുണ്ടാക്കുന്ന തിരിച്ചടി അത് വളരെ വലുതാണ്. ഇനി അങ്ങോട്ട് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ തലവര, രാഷ്ട്രീയ ജീവിതമൊക്കെ താറുമാറാകുവാനുള്ള സാധ്യതയും വളരെ ഏറെയാണ്. കടുത്ത പോരാട്ടം നടന്ന കോട്ടയത്ത് മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഫ്രാൻസിസ് ജോർജ് വൻപിച്ച വിജയം നേടിയത്. ഇടതുപക്ഷത്തിനോടൊപ്പം 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ റോഷി അഗസ്റ്റിന് മാത്രമാണ് കൃത്യമായ ഒരു ഇടം കിട്ടിയത്. അദ്ദേഹം മന്ത്രിയാകുകയും ചെയ്തു. എന്നാൽ മത്സരത്തിൽ KM മാണിയുടെ സിറ്റിംഗ് സീറ്റായ പാലയിൽ മത്സരിച്ച് വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി മകൻ ജോസ് കെ മാണി മത്സരിച്ചെങ്കിലും മാണി സി കാപ്പനോട് ദയനീയമായി പരാജയപ്പെടുകയും അങ്ങനെ MLA മന്ത്രിസ്ഥാനം എന്ന ആഗ്രഹങ്ങളെല്ലാം വിഫലമായി പോവുകയുമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെയും ഇടതുപക്ഷത്തിലെയും സ്വാധീനം കുറഞ്ഞു വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് പാലായിൽ വെച്ച് നടന്ന നവകേരള സദസ്സിൽ തോമസ് ചാഴിക്കാടിനെ മുഖ്യമന്ത്രി പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഒന്നും മിണ്ടാതെ ഇരിക്കേണ്ട സാഹചര്യത്തിലേക്ക് ജോസ് കെ മാണിക്ക് പോകേണ്ടി വന്നത്. അതിൽ പാർട്ടിക്കുള്ളിലും വലിയ വിമർശനമുണ്ട്. എന്തായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടു കൂടി പാർട്ടി ചിഹ്നവും പാർട്ടിയുടെ അംഗീകാരവും എല്ലാം കൃത്യമായി ലഭിക്കുന്നത് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ആകെ ഇടതുപക്ഷത്തിൽ പിടിപാടുള്ളത് ഇപ്പോൾ റോഷി അഗസ്റ്റിനാണ്. അതേ റോഷി അഗസ്റ്റിന് തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലും കാര്യമായ രീതിയിലുള്ള ബന്ധങ്ങളും ഇടപെടലും ഉള്ളത്. ചെയർമാൻ സ്ഥാനത്ത് വെറുതെ ഇരിക്കുന്ന തരത്തിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ് ജോസ് കെ മാണി. കാര്യമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ ഒരു തീരുമാനമെടുക്കുവാനോ ഇടപെടുവാനോ കഴിയാത്ത തരത്തിലേക്ക് തൻ്റെ രാഷ്ട്രീയ ബലം ശോഷിച്ചു പോകുന്നുണ്ട് എന്ന ധാരണയും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDF വിട്ട് LDF-ലേക്ക് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ധാരണയുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് തനിക്ക് വേണമെന്ന് അദ്ദേഹം ഇപ്പോൾ വലിയ കടുംപിടുത്തം പിടിക്കുന്നതും. ഒരുപക്ഷെ രാജ്യസഭാ സീറ്റ് ലഭിച്ചില്ല എങ്കിൽ തനിക്ക് ദേശീയ തലത്തിലും കേരളത്തിലും ഒന്നും പിടിപാടില്ലാത്ത തരത്തിലേക്ക് അധപ്പതിച്ചു പോകും. തങ്ങൾക്ക് വലിയ വോട്ട് ഷെയർ ഉണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്ന ഇടുക്കിയിലെയും കോട്ടയത്തെയും നിയോജക മണ്ഡലങ്ങളിൽ അവകാശപ്പെട്ടിരുന്നതിനേക്കാൾ കുറവ് വോട്ടുകൾ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഭയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷത്തിന് അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടാത്ത തരത്തിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ മാറ്റിയിരിക്കുന്നതും. എന്തായാലും ഇവിടെ ഉടലെടുക്കുന്നത് മറ്റൊരു കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസ് 6 ആണ് എന്ന് വ്യക്തമായി പറയാം. അതായത് ജോസ് കെ മാണിക്ക് കഴിഞ്ഞ കാലത്തേതുപോലെ ഒരു ഇടപെടൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലോ ഇടതുപക്ഷത്തിലോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ മന്ത്രിയായിരിക്കുന്ന കേരള കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഉദിച്ചു വരുന്ന റോഷി അഗസ്റ്റിന് കേരള കോൺഗ്രസിൻ്റെ പുതിയൊരു തലം രൂപീകരിക്കുവാൻ കഴിയും. അതിന് അദ്ദേഹം മുതിരുന്നുണ്ട് എന്നും ചില അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, കേരള കോൺഗ്രസ് മാണി വിഭാഗം, കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്, ഇപ്പോൾ ഇതാ കേരള കോൺഗ്രസ് 6 ഉടലെടുക്കുവാൻ പോകുന്നു എന്ന ചില വാർത്തകൾ ഉയരുകയാണ്. അങ്ങനെ പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് ഇപ്പോൾ പിളർന്ന് ഇല്ലാതാകുന്ന തരത്തിലേക്ക് മാറുകയാണ്. എവിടെയാണ് ജോസ് കെ മാണിക്ക് പിഴച്ചത്? ഇടതുപക്ഷത്തിലേക്ക് കളം മാറ്റി ചവിട്ടിയതാണോ? അതോ രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് നൽകുമെന്ന് അടിയുറച്ച് ഇടതുപക്ഷത്തെ വിശ്വസിച്ചതാണോ? എന്തായാലും ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അനുസരിച്ച് ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും രാജ്യസഭാ സീറ്റ് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ UDF-മായി UDF-ൻ്റെ ദേശീയ സംസ്ഥാന തലങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ട് ജോസ് കെ മാണി എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി UDF ജോസ് കെ മാണിയെ പരിഗണിക്കുമോ? പഴയ പ്രാബല്യം, പഴയ പ്രൗഢി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് UDF ലഭിക്കുമോ? അങ്ങനെ ലഭിച്ചാൽ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അതിന് സമ്മതിക്കുമോ? ഇതെല്ലാം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ചുവടുമാറ്റത്തിൻ്റെ 2ാം തലത്തിലേക്ക് ജോസ് കെ മാണി മാറുവാൻ പോവുകയാണ്.
എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്താണ് കേരള രാഷ്ട്രീയത്തിലെ കേരള കോൺഗ്രസിൻ്റെ സാധ്യതയെന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഇടമെന്നും. നിലവിൽ കേരള കോൺഗ്രസ് ആർ എന്ന പുതിയൊരു പാർട്ടി രൂപീകരിച്ചാൽ പ്രമോദ് രാമനും കാഞ്ഞിരപ്പള്ളി MLA ആയ ജയരാജനും അദ്ദേഹത്തോടൊപ്പമുണ്ടാകും. അങ്ങനെ ഒരു വലിയ നിര കേരള കോൺഗ്രസ് ആർ രൂപീകരിച്ചാൽ റോഷി അഗസ്റ്റിനോടൊപ്പം ഉണ്ടാകും. മറുഭാഗത്ത് മാണി സി കാപ്പനോട് ദയനീയമായി പരാജയപ്പെട്ടു പോയ ജോസ് കെ മാണിക്കൊപ്പം ആരുണ്ടാകുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അങ്ങനെ സങ്കീർണമാർന്ന തരത്തിലേക്കാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ജോസ് കെ മാണിയുടെ ഇടം ഇപ്പോഴുള്ളത്.